ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അതായത് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഏരിയ ഒരു ബോട്ടമായിട്ട് മാറുമോ, അതോ ഇനിയും താഴേക്ക് പോയിട്ട് ഏകദേശം ഒരു 10K എന്ന് പറയുന്ന ഒരു പ്രൈസിലേക്ക് എത്താനായിട്ട് സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് തന്നെ നോക്കാനായിട്ട് പോകുന്നത്. സോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു മന്ത്ലി ടൈം ഫ്രെയിമിലുള്ള $US പെയറിലുള്ള ഒരു ചാർട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് മന്ത്ലി ചാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ ഒരു ഹയർ ടൈം ഫ്രെയിം നോക്കുമ്പോൾ നമുക്ക് ബിറ്റ്കോയിൻ കൃത്യമായിട്ടുള്ള ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രീതിയിൽ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ വീണ്ടും ഒരു ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. ആൻഡ് ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നായിരിക്കും പ്രൈസിന് റിജക്ഷൻ കിട്ടുക. അപ്പോൾ അതായത് ഈ ഒരു ഏരിയ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു ബോട്ടമായിട്ട്, ഈ ഒരു ക്രാഷിൻ്റെ ഒരു ബോട്ടമായിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ കാര്യങ്ങൾ നോക്കുമ്പോൾ പറയാനായിട്ട് പറ്റും. എന്നാൽ നമുക്ക് ഇവിടെ മറ്റൊരു കാര്യം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ ഇവിടെ അപ്ലൈ ചെയ്യാണതാ. ഞാൻ ഈ ഒരു 2013 ഈ ഒരു കാലഘട്ടത്തിലെ പ്രൈസ് മൂവ്മെൻറ്റിൽ ഞാൻ നമ്മുടെ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂളിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഗോൾഡൻ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റിൻ്റെ സെറ്റിങ്സ് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗോൾഡൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസിന് വളരെ വലിയ രീതിയിലുള്ള റിജക്ഷൻ കിട്ടാനായിട്ട് സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ 2013 കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റിൽ നിന്ന്, ഈ ഒരു ഗോൾഡൻ ഏരിയയിൽ നിന്ന് പ്രൈസിന് റിജക്ഷൻ കിട്ടിയതിന് ശേഷം ഏകദേശം ഒരു 70% പ്രൈസ് താഴേക്ക് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും വലിയ രീതിയിലുള്ളൊരു ക്രാഷ് ഈ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂളിൽ, ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റിലെ ഈ ഗോൾഡൻ ഏരിയയിൽ നിന്ന് പ്രൈസിന് റിജക്ഷൻ കിട്ടിയപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം എത്ര ഡിസ്റ്റൻസ് ആണ് ഇവിടെ പ്രൈസിന് ഒരു മൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുള്ളത് നോക്കിക്കണ്ടെങ്കിൽ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റിൻ്റെ ഈ ഒരു -1 മുതൽ ഈ ഒരു 0.382 എന്ന് പറയുന്ന ഈ ഒരു ലെവൽ, അതായത് ഗോൾഡൻ ഏരിയ വരെയുള്ള അത്രയും ഡിസ്റ്റൻസ് ആണ് പ്രൈസ് ഗോൾഡൻ ഏരിയയിൽ നിന്നും താഴേക്ക് മൂവ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ നമ്മൾ ഈ രീതിയിലാണ് യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ ഈ ഒരു ഗോൾഡൻ ഏരിയയിൽ നിന്നും റിജക്ഷൻ കിട്ടുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കാറുള്ളത്. നമ്മൾ അവിടെയാണ് നല്ല രീതിയിലുള്ളൊരു പ്രൈസ് മൂവ്മെൻറ്റുകൾ കാണാറുള്ളത്. ആൻഡ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു ഏരിയ നോക്കിക്കണ്ടെങ്കിൽ അതിന് മുമ്പ് 2018 കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ അപ്ലൈ ചെയ്യാനുള്ള ഒരു സ്വിംഗ് ഹൈസോ സ്വിംഗ് ലോസോ അല്ലെങ്കിൽ ഹയർ ഹൈസോ ഹയർ ലോസോ നമുക്കിവിടെ കാണാനില്ല. ഇവിടെ കിട്ടിയിട്ടുള്ള ഈ ഒരു ഹയർ ലോ നമ്മളൊരു ലെവലാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഇത് ഒരു ഹയർ ഹൈ ആയിട്ട് കാണാനായിട്ട് പറ്റില്ല. കാരണം ഇത് ഒരു ഹൈ ആണ്, ഈ ഹൈനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഈ ഹൈക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഹയർ ഹൈ അല്ല. പിന്നീട് വരുന്ന ഹയർ ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ആൻഡ് അതിന് മുൻപുള്ള ഒരു ഹയർ ലോ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് അടുത്ത ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഇവിടെ ഈ രീതിയിൽ റീട്രേസ്മെൻറ്റ് ടൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഈ ഒരു ഗോൾഡൻ ഏരിയയിൽ നിന്നും പ്രൈസിന് താഴേക്ക് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2013-2014 കാലഘട്ടത്തിലെ ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗോൾഡൻ ഏരിയയിൽ നിന്ന് പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടിയതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഈ ഒരു ഗോൾഡൻ ഏരിയനെ പ്രൈസ് ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് ഒരു പുതിയ ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിന് മുൻപായിട്ട് ഇവിടെ ചെറിയ രീതിയിലുള്ള റിജക്ഷനൊക്കെ പ്രൈസിന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഗോൾഡൻ ഏരിയയിൽ തന്നെ. ആൻഡ് ആ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൈസ് മൂവ്മെൻറ്റോടെ സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഈ ഒരു ഗോൾഡൻ ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പുതിയ ഒരു ബുൾ റണ്ണിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനി എവിടം വരെ ഏകദേശം പ്രൈസ് മൂവ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അവിടെ ചെയ്ത പോലെ തന്നെ ഈ ഒരു -1 മുതൽ ഈ ഒരു 0.382 എന്ന് പറയുന്ന ലെവൽ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുകയാണ്. ആൻഡ് ആ ഡിസ്റ്റൻസ് തന്നെ നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഏകദേശം 10K എന്ന് പറയുന്ന ലെവലിലേക്കാണ് നമുക്ക് ഈ ഒരു ലെവൽ കാണാനായിട്ട് പറ്റുന്നത്. ഏകദേശം 10K എന്ന് പറയുന്ന ലെവലിലേക്ക് പ്രൈസ് ഇറങ്ങി വരാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു 10K എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് പ്രൈസ് വളരെ ശക്തമായിട്ടുള്ള റിജക്ഷൻസ് ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. നമുക്ക് ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ഏരിയ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു 10K എന്ന് പറയുന്ന ലെവൽ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് തവണ പ്രൈസിന് റിജക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ്. അങ്ങനെ ഒരുപാട് തവണ റിജക്ഷൻ കിട്ടിയതിന് ശേഷം പ്രൈസ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ബിറ്റ്കോയിൻ്റെ പ്രൈസിന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 10K എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്.
ആൻഡ് ഇവിടുത്തെ ക്യാൻഡിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രോയിങ്സ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു 10K എന്ന് പറയുന്ന ലെവലിലുള്ള ഈ ഒരു ലൈൻ മാത്രം മതി, ബാക്കിയെല്ലാം ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള ഈ ക്യാൻഡിൽ സ്റ്റിക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ശക്തമായിട്ടുള്ള സെല്ലിംഗ് പ്രഷർ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് 3 കണ്ടിന്യൂസ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിൽസിന് ശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഫോം ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു 19 ദിവസം കൂടി ഉണ്ട് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവാനായിട്ട്. പക്ഷേ ആ ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അത് വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്, അതും ഒരു റെഡ് ക്യാൻഡിലായിട്ട് തന്നെ ക്ലോസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രഷർ വളരെ കൂടുതലാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു 10K എന്ന് പറയുന്ന ലെവലിലേക്ക് പ്രൈസ് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നോക്കാം. ഞാൻ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 2018 ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 18 മുതൽ 20K വരെയുള്ള ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് നിന്ന് കളിക്കുന്നത്. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്കത് കൃത്യമായിട്ട് കാണാനും പറ്റുന്നുണ്ട്. ഈ രീതിയിൽ ഈ ഒരു ഏരിയയിലാണ് പ്രൈസ്, അതായത് ഒരു 18K മുതൽ 20K വരെയുള്ള ഒരു ഏരിയയിലാണ് പ്രൈസ് ഇവിടെ നിന്ന് കളിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ ആഴ്ചയിലെ ഗ്രീൻ ക്യാൻഡിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിൽസ് ആയിരുന്നു, ഇവിടെ വീക്ക്ലി റെഡ് ക്യാൻഡിൽസ് ആയിരുന്നു ഫോം ആയിക്കൊണ്ടിരുന്നത്. ആൻഡ് കഴിഞ്ഞ ആഴ്ചയിലെ ഗ്രീൻ ക്യാൻഡിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതിന് മുൻപത്തെ ആഴ്ചയിൽ ഫോം ആയിട്ടുള്ള റെഡ് ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പ്രൈസിനും താഴെയാണ് ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതൊരു ബെയറിഷ് ആയിട്ടുള്ള സൈൻ ആണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്നതും ഒരു റെഡ് ക്യാൻഡിലാണ്. സോ സെല്ലിംഗ് പ്രഷർ തന്നെയാണ് അവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ, നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ലെവലായിട്ട് പറഞ്ഞ 2018 ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 20K മുതൽ 18K വരെയുള്ള ആ ഒരു ലെവലും പ്രൈസ് ഇവിടെ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് വരുന്ന ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു 10K എന്ന് പറയുന്ന ലെവലാണ്. അതായത് ഈ ഒരു ഏരിയ ആണ് ഒരു 12 മുതൽ 10K വരെയുള്ള ഈ ഒരു ഏരിയ ആണ് നമുക്ക് പിന്നീട് വരുന്ന ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വളരെയധികം ബെയറിഷ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ദെൻ അടുത്ത ടാർഗറ്റ് 10K എന്ന് പറയുന്ന അല്ലെങ്കിൽ 12K മുതൽ 10K വരെയുള്ള ആ ഒരു റേഞ്ച് ആയിരിക്കും നമ്മുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഇത്തരം കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവാം. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റു കുറച്ച് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഞാനിവിടേക്ക് അലിഗേറ്റർ ഇൻഡിക്കേറ്റർ കൊണ്ടുവരാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അലിഗേറ്റർ ഇൻഡിക്കേറ്ററിൻ്റെ 3 ലൈൻസും വളരെയധികം വിഡ്ത്തോട് കൂട്ടിയിട്ട് വളരെയധികം ഗ്യാപ്പോട് കൂട്ടിയിട്ട് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ബെയറിഷ് ആയിട്ടുള്ള സൈനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ലൈൻസിൽ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഇവിടെയും ഈ രീതിയിൽ പ്രൈസ് ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് റിജക്ഷൻ കിട്ടിക്കൊണ്ട് പ്രൈസ് ഇവിടെ എല്ലാം സംഭവിച്ച പോലെ തന്നെ താഴേക്ക് പോകാനാണ് സാധ്യത എന്നുള്ള കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ആഴ്ചയിൽ തന്നെ ഈ ഒരു സപ്പോർട്ട് നമ്മുടെ 18 മുതൽ 20K വരെയുള്ള ആ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു റാലി നടത്തുന്നു. ദെൻ പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആവുന്നു. ദെൻ ഈ ഒരു അലിഗേറ്റർ ഇൻഡിക്കേറ്ററിൽ റെസിസ്റ്റൻസ് എടുക്കുന്നു. ദെൻ വീണ്ടും താഴേക്ക് വരുന്നു. ദെൻ സൈഡ് വേസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നു. വീണ്ടും ഈ ഒരു അലിഗേറ്റർ ഇൻഡിക്കേറ്ററിൽ ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നു. ദെൻ ഇത് ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ തന്നെ ഇവിടെയും സംഭവിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് ഈ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ഇവിടെയും സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. സോ അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു ലെവൽ തീർച്ചയായിട്ടും പ്രൈസ് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ പ്രൈസ് താഴേക്ക് പോകാനും സാധ്യതയുണ്ട്. ഓക്കെ, ആൻഡ് നമുക്കിവിടെ CPR ഇൻഡിക്കേറ്റർ കൊണ്ടുവരാം. CPR ഇൻഡിക്കേറ്റർ ഞാനൊരു മന്ത്ലി CPR കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ഈ സപ്പോർട്ട് ലൈൻസ് എല്ലാം ഒന്ന് മാറ്റുന്നുണ്ട്. ഓക്കെ, ആൻഡ് നമുക്ക് ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ അലിഗേറ്റർ ഇൻഡിക്കേറ്ററിൽ പ്രൈസ് എവിടെയാണോ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത് അതേ ഏരിയ തന്നെയാണ് നമുക്ക് CPR ലെവലിലും കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അലിഗേറ്റർ ഇൻഡിക്കേറ്ററും CPR ലെവലും വളരെ ശക്തമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് നമുക്കിവിടെ ആക്ട് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടിയിട്ടുള്ളതും ഈ ഒരു CPR ഇൻഡിക്കേറ്ററിൽ നിന്നും അതുപോലെ തന്നെ ഈ ഒരു അലിഗേറ്റർ ഇൻഡിക്കേറ്ററിൽ നിന്നുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ബെയറിഷ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്കിവിടെ മാർക്കറ്റിൽ കാണാനായിട്ട് പറ്റുന്നത്. ഇനിയും പ്രൈസ് താഴേക്ക് പോകുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രതീക്ഷ തരാനായിട്ട് സാധ്യതയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അലിഗേറ്റർ ഇൻഡിക്കേറ്ററിന് മുകളിലേക്ക് പ്രൈസ് ഫോം ആവണം. ഒരു ഗ്രീൻ ക്യാൻഡിൽ ഈ ഒരു അലിഗേറ്റർ ഇൻഡിക്കേറ്ററിന് മുകളിൽ ഫോം ആവണം. അതോടൊപ്പം തന്നെ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ ഈ ഒരു CPR ഇൻഡിക്കേറ്ററിന് മുകളിലായിട്ട്, അതായത് 24K എന്ന് പറയുന്ന ലെവലിന് മുകളിലായിട്ട് പ്രൈസ് ഫോം ആയാൽ മാത്രമേ നമുക്കതൊരു ട്രെൻഡ് റിവേഴ്സൽ ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഏരിയ ഒരു ബോട്ടമായിട്ടോ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അത് സംഭവിക്കാത്തടത്തോളം കാലം ഇനിയും പ്രൈസ് താഴേക്ക് തന്നെ പോകുമെന്ന് നമുക്കിവിടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ലെവൽ, ഈ ഒരു 18K മുതൽ 20K വരെയുള്ള ഈ ഒരു ലെവൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് വരുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ CPR ഇൻഡിക്കേറ്ററിൽ മന്ത്ലി സപ്പോർട്ട് എന്ന് പറയുന്നത് 14K എന്ന് പറയുന്ന സപ്പോർട്ടാണ്. ആൻഡ് അത് കഴിഞ്ഞാൽ വരുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് 8K എന്ന് പറയുന്ന സപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു 14Kക്കും 8Kക്കും ഇടയിലാണ് നമ്മുടെ ഈ ഒരു 10K എന്ന് പറയുന്ന ലെവൽ വരുന്നത്. 12 മുതൽ 10K വരെയുള്ള ആ ഒരു ഏരിയ വരുന്നത് ഇതിന് രണ്ടിനും ഇടയിലാണ്. സോ അടുത്ത മാസത്തെ CPR ഇൻഡിക്കേറ്റർ ഇതിന് താഴെയായിട്ട് ഇപ്പോൾ ഫോം ആയിട്ടുള്ള CPR ഇൻഡിക്കേറ്ററിന് താഴെ ഏകദേശം ഈ ഒരു ഏരിയയിലൊക്കെയാണ് ഫോം ആവുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു 10K എന്ന് പറയുന്ന ലെവലിലേക്കുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റ് കാണാനായിട്ട് സാധിക്കും. കാരണം കൃത്യമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡിൽ CPR ഇൻഡിക്കേറ്റർ താഴേക്കാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത മാസത്തെ CPR ഇൻഡിക്കേറ്റർ ഇപ്പോഴത്തെ CPR ഇൻഡിക്കേറ്ററിന് താഴെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, മന്ത്ലി CPRന് താഴെയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു 10K എന്ന് പറയുന്ന ലെവലിലേക്ക് നമുക്ക് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് വിശ്വസിക്കുകയാണ്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ അനാലിസിസിന് ഹെൽപ്ഫുൾ ആവുമെന്ന് തന്നെ വിചാരിക്കുകയാണ്. അങ്ങനെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കാര്യം മാത്രം എടുക്കുക, ബാക്കി എല്ലാം വിട്ടേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്.